E20 പെട്രോൾ വന്നതോടെ മൈലേജ് കുറഞ്ഞു, വണ്ടിയുടെ പണി കൂടി എന്ന പരാതികൾക്കിടയിലാണ് അടുത്ത എടുത്തി വരുന്നത് E25 പെട്രോൾ. അതായത് പെട്രോളിൽ ഇനി 25% എഥനോൾ. ഇത് നിങ്ങളുടെ വണ്ടിയെ എങ്ങനെ ബാധിക്കും? പഴയ വണ്ടികൾ കട്ടപ്പുറത്താകുമോ? നമുക്കൊന്ന് നോക്കിയാലോ. നിലവിലെ E20 ഇന്ധനം ഉപയോഗിച്ച് 2023 മുൻപുള്ള വണ്ടികളുടെ ഉടമകളിൽ 66% പേർക്കും 10%-ലധികം മൈലേജ് കുറഞ്ഞതായിട്ടാണ് സർവേകൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ എഥനോളിന്റെ അളവ് 25% എന്തായിരിക്കും അവസ്ഥ? നിങ്ങളുടെ വണ്ടി പരമാവധി 10% എഥനോൾ മാത്രം താങ്ങാൻ ശേഷിയുള്ള പഴയ മോഡലാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. സ്ഥിരമായി E25 അടിച്ചാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ വില്ലന്മാർ വണ്ടിയെ പിടികൂടും. ആദ്യം തന്നെ മൈലേജ് കുത്തനെ കുറയും, കാരണം എഥനോളിന് ഊർജ്ജ സാന്ദ്രത കുറവാണ്. രണ്ടാമതായി, എഞ്ചിനിലെ റബ്ബർ സീലുകൾ, ഹോസുകൾ, ഗ്യാസ്കിറ്റുകൾ എന്നിവ വേഗത്തിൽ ദ്രവിച്ചു പോകുന്നതാണ്. അതുപോലെ ഇന്ധന ടാങ്കിലും ഇഞ്ചക്ടറുകളിലും തുരുമ്പ് കയറും. കൂടാതെ എഥനോൾ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കുന്നതുകൊണ്ട് ഇന്ധനത്തിൽ വെള്ളത്തിന്റെ അംശം കൂടുന്നതാണ്. ഇത് എഞ്ചിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കാർബറേറ്റർ ഉള്ള പഴയ വണ്ടികൾക്ക് ഇത് വലിയ പണി തന്നെയാകും. അപ്പോൾ പുതിയ E20 വണ്ടികളുടെ കാര്യമോ? അവർക്ക് ചെറിയ ആശ്വാസം ഉണ്ടെങ്കിലും പൂർണ്ണമായി രക്ഷയില്ല. 20% എഥനോൾ വരെ താങ്ങാനാണ് അവ നിർമ്മിച്ചിരിക്കുന്നത്. 25ലേക്ക് മാറുമ്പോൾ കമ്പനികൾ വീണ്ടും എഞ്ചിൻ മാപ്പിങ്ങും മെറ്റീരിയലുകളും പരിഷ്കരിക്കേണ്ടി വരും. പേടിക്കേണ്ട, E25 പെട്രോൾ പെട്ടെന്നൊരു ദിവസം നിർബന്ധമാക്കില്ല. ഘട്ടം ഘട്ടമായി മാത്രമേ ഇത് നടപ്പിലാക്കൂ. പഴയ വാഹനങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ സമയം ലഭിച്ചേക്കും. എങ്കിലും മൈലേജിന്റെ കാര്യത്തിൽ ഇനിയും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നത് ഉറപ്പാണ്.